ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായും സന്തോഷമായിരിക്കുമെന്ന് വിചാരിക്കുന്നു. ഞാനും അവിടെ സന്തോഷമായിട്ടിരിക്കുന്നു. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് എങ്ങനെ കുന്തിരിക്കം പുകയ്ക്കാം, സാമ്പ്രാണി എങ്ങനെ പുകയ്ക്കാം, എന്താണ് സാമ്പ്രാണിയുടെയും കുന്തിരിക്കത്തിൻ്റെയും ഒക്കെ ഗുണങ്ങൾ എന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. കുന്തിരിക്കം, സാമ്പ്രാണിയൊക്കെ വീട്ടിൽ പുകയ്ക്കുന്നതുകൊണ്ട് വളരെയധികം ഗുണം ചെയ്യും. നമ്മുടെ വീട്ടിലെ വായുവിനെ ശുദ്ധീകരിക്കാനും വീട്ടിൽ നല്ല പോസിറ്റീവ് എനർജി കൊണ്ടുവരാനൊക്കെ കുന്തിരിക്കത്തിനും സാമ്പ്രാണിക്കൊക്കെ സാധിക്കും. നല്ല കുന്തിരിക്കം നമുക്ക് അങ്ങാടിക്കടയിൽ നിന്ന് കിട്ടും. പച്ചമരുന്നൊക്കെ വിൽക്കുന്ന കടയിൽ നിന്ന് കുന്തിരിക്കം കിട്ടും. അവിടെ നിന്ന് തന്നെ നമുക്ക് സാമ്പ്രാണിക്കട്ടയും കിട്ടുന്നതായിരിക്കും. ഇത് ഞാൻ സാമ്പ്രാണിക്കട്ട വാങ്ങിയതാണ് കേട്ടോ. ഒരു വലിയ പീസായിരുന്നു. അതിന് ഞാൻ വാങ്ങിയതിന് 300 രൂപയായിരുന്നു. ഇതിങ്ങനെ നമുക്ക് പൊടിച്ചിട്ട് ഒരു തുണിയിൽ, നല്ല കട്ടിയുള്ള തുണിയിൽ പൊടിച്ചിട്ട് നമുക്കിതിങ്ങനെ ഒരു ബക്കറ്റിൽ, ഒരു ഡപ്പയിലിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് നാൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇനി കരി ഇല്ല എന്നുള്ളവരുണ്ടെങ്കിൽ ഇതുപോലുള്ള കരി നമുക്ക് മേടിക്കാൻ കിട്ടും ഷോപ്പിൽ നിന്ന്. ഇങ്ങനെയുള്ള കരി വാങ്ങിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. നമ്മൾ ചിരട്ടയൊക്കെ കരിയാക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ ഗ്യാസിലൊക്കെ വെച്ച് കരിയാക്കാനൊക്കെ ശ്രമിച്ചു ഞാൻ ഒരുപാട്. പക്ഷെ അതൊക്കെ വളരെയധികം ടൈം എടുക്കുക എന്നുള്ളത് അല്ലാതെ എനിക്ക് കരി നല്ല കരിയായിട്ട് എനിക്ക് കിട്ടിയില്ല കേട്ടോ. ഒരുപാട് ടൈം വേസ്റ്റ് ആവുകയാണ് ചെയ്തത്. അതുകൊണ്ട് എന്താ പറയുക, അത് കാര്യമില്ലാന്ന് തോന്നി. അപ്പോഴാണ് ഗണേശൻ്റെ ഫ്രണ്ട് പ്രഭാകർ സാറ് പറഞ്ഞത്, തമിഴ്നാട്ടിലൊക്കെ ഇങ്ങനെ കരി വാങ്ങിയിട്ടാണ്, അടുപ്പൊന്നും ഇല്ലാത്തവർ ഇങ്ങനത്തെ കരി വാങ്ങിയിട്ടാണ് അവർ കുന്തിരിക്കും സാമ്പ്രാണിയൊക്കെ പുകയ്ക്കുന്നത്. അപ്പോൾ അത് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഈ കരി വാങ്ങുന്നത് കേട്ടോ. ഇത് നമ്മുടെ അൽഫാമൊക്കെ ഉണ്ടാക്കുന്ന കരി ഉണ്ടല്ലോ, ആ കരി തന്നെയാണ്. അപ്പോൾ ഈ കരി ഇപ്പം ഇത്ര വലിയ തടി കഷ്ണങ്ങളായിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ നമുക്കൊരു ഹാമർ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ കല്ലൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊന്ന് തട്ടിക്കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് ചെറിയ കഷ്ണങ്ങളായിട്ട് വാങ്ങി തന്നിട്ടാണ് കേട്ടോ ഗണേശേട്ടൻ പോയത്. അപ്പോൾ ഞാൻ ഹാപ്പിയാണ്. അല്ലാതെ എനിക്കിങ്ങനെ പുകയ്ക്കുമ്പോഴും നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന മറ്റേ കമ്പ്യൂട്ടർ സാമ്പ്രാണി ഉണ്ടല്ലോ, അതാണ് ഞാൻ പുകച്ചിരുന്നത്. പക്ഷേ എന്താ പറയുക, അത് റേറ്റും കൂടുതലാണ്. അതിൽ എന്തൊക്കെ കെമിക്കലാണ് ചേർത്തിരിക്കുന്നതെന്ന് നമുക്കറിയില്ലല്ലോ. അത് ശ്വസിക്കുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവുമോ എന്നുള്ളതൊന്നും അറിയില്ല. അപ്പോൾ ഇതാവുമ്പം സേഫാണ്. നമ്മൾ പണ്ട് മുതലേ നമ്മുടെ അമ്മമ്മമാരും എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പം ഇത് വളരെ നല്ലതാണ്. ഇതുപോലുള്ള എംപ്റ്റി ആയിട്ടുള്ള കപ്സ് കിട്ടും പുകയ്ക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഈ ഒരു സാമ്പ്രാണി അല്ലെങ്കിൽ കുന്തിരിക്കൊക്കെ പൊടിച്ചിട്ട് നമുക്ക് ഫില്ല് ചെയ്തിട്ട് നമുക്ക് ഇത് പുകയ്ക്കാനായിട്ട് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് കത്തി തീരുമ്പോൾ അതിനുള്ളിൽ കിടന്നിട്ട് ആ ഒരു സാമ്പ്രാണി നന്നായിട്ട് പുകയും. അപ്പോൾ ഇത് നല്ലൊരു ഓപ്ഷൻ ആണ്. നമ്മൾ മറ്റേ ചെറിയ ഫില്ല് ചെയ്തിട്ട് കമ്പ്യൂട്ടർ സാമ്പ്രാണി കിട്ടുമല്ലോ, അതിനേക്കാളും കുറച്ചും കൂടെ ബെറ്ററാണ് ഇതെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. കുന്തിരിക്കം വീട്ടിൽ പുകയ്ക്കുന്നതുകൊണ്ട് വളരെയധികം ഗുണം ചെയ്യും. നമ്മുടെ വീട്ടിലെ വായുവിനെ മൊത്തം ശുദ്ധീകരിക്കുകയും നല്ലൊരു പോസിറ്റീവായിട്ടുള്ള വൈബ് നമുക്ക് കിട്ടുകയും ചെയ്യും. ഒരു ദൈവികമായിട്ടുള്ള ഒരു സ്മെല്ല് നമ്മുടെ വീടിനുള്ളിൽ ഫുള്ള് നിറഞ്ഞു നിൽക്കും. പിന്നെ ആരോഗ്യ ഗുണങ്ങൾ വളരെ ഉണ്ട് കുന്തിരിക്കത്തിന്. കൊതുകിൻ്റെ ശല്യം, പ്രാണികളുടെ ശല്യം, അങ്ങനെയുള്ള ആ ശല്യങ്ങളൊക്കെ നമ്മൾ കുന്തിരിക്കം സാമ്പ്രാണിയൊക്കെ പുകയ്ക്കുന്നതിലൂടെ മാറിക്കിട്ടും കേട്ടോ. മെയിനായിട്ട് നെഗറ്റിവിറ്റീനെ എല്ലാം പുറന്തള്ളി പോസിറ്റിവിറ്റി നമ്മുടെ വീടിനുള്ളിൽ കൊണ്ടുവരും. സാമ്പ്രാണി പുകയ്ക്കുമ്പോൾ ഒരു പ്ലസൻറ്റ് സ്മെല്ല് വരും. അത് നമ്മുടെ വീടിനെ കാം ആൻഡ് പ്ലസൻ്റ് ആക്കും. ഒരു ദിവസം മുഴുവൻ ആ ഒരു സാമ്പ്രാണിയുടെയും കുന്തിരിക്കത്തിൻ്റെയൊക്കെ സ്മെല്ല്, ഒരു ദിവസം മുഴുവൻ ആ ഒരു കുന്തിരിക്കത്തിൻ്റെയും സാമ്പ്രാണിയുടെയൊക്കെ സ്മെല്ല് നമ്മുടെ വീടിനുള്ളിലും മുറിക്കുള്ളിലൊക്കെ തങ്ങി നിൽക്കും. ഇനി എങ്ങനെ നമുക്ക് വളരെ ഈസി ആയിട്ട് കനൽ ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു കനൽ ഉണ്ടാക്കിയത്, നമ്മൾ തലേ ദിവസം കത്തിച്ച വിളക്കിൻ്റെ തിരി ഉണ്ടാവുമല്ലോ, അത് എടുത്ത് വെച്ചിട്ട്
അത് ഈ കരിയുടെ മുകളിൽ വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ ഫ്ലെയിം ഉണ്ടാക്കാം. എന്നിട്ട് നമുക്ക് അത് നന്നായിട്ട് കത്തി ആ കരിയിൽ എന്താ പറയുക, കരി കനൽ വരും. കനൽ വരുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒന്ന് വീശി കൊടുക്കണം. വീശി കൊടുത്താലേ ആ കനൽ നന്നായി കനലാവുള്ളൂ. നന്നായിട്ട് ഇങ്ങനെ കത്തി പുക വരുള്ളൂ. നന്നായിട്ട് കനലാവണമെങ്കിൽ ഇങ്ങനെ നമ്മളൊന്ന് ഒരു പേപ്പറോ അല്ലെങ്കിൽ എന്തെങ്കിലും എടുത്തിട്ട് ഒന്ന് വീശി കൊടുക്കുക. എന്നിട്ട് അതിന് ശേഷം നമുക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള സാമ്പ്രാണി ഉണ്ടല്ലോ, അത് കുറച്ചേശയായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ ഫാൻ ഇട്ടാൽ മതി കേട്ടോ. ഫാൻ ഇട്ടാലും ഈ കനൽ നന്നായി നല്ല കനലായി കിട്ടും. അങ്ങനെ ചെയ്തിട്ട് ഒരു കുറച്ച് സാമ്പ്രാണി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നിങ്ങളുടെ എത്ര നേരം നിങ്ങൾക്ക് പുകയണം, ആ സ്മെല്ല് എത്ര നേരം വേണം എന്ന് ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ സാമ്പ്രാണിപ്പൊടി അല്ലെങ്കിൽ കുന്തിരിക്കം ഇട്ട് കൊടുക്കുക. ഞാനിപ്പം സാമ്പ്രാണിയാണ് പൊടിച്ച് വെച്ചിട്ടുള്ളത്. കുന്തിരിക്കം ഞാൻ വാങ്ങി, പക്ഷെ കുന്തിരിക്കം പൊടിച്ചിട്ടില്ല കേട്ടോ. അതിന് പൊടിക്കാനിരിക്കണം. അപ്പം ഞാനത് തിരക്കായതുകൊണ്ട് കുന്തിരിക്കം പൊടിച്ചിട്ടില്ല. കുന്തിരിക്കം ചെറിയ കഷ്ണങ്ങളാണെങ്കിൽ ഈ കനലിൽ അങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. കുന്തിരിക്കുകയാണെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ കുന്തിരിക്കത്തിൻ്റെ ഒരു പ്രത്യേക സ്മെല്ലാണ് കേട്ടോ. ആ സ്മെല്ല് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ നമുക്ക് നമ്മുടെ വീടിൻ്റെ എല്ലാ കോണുകളിലും, ഉമ്മറത്തും പൂജാ റൂമിലും കിച്ചണിലും ഒക്കെ നമുക്ക് ഈ ഒരു കുന്തിരിക്കത്തിൻ്റെയും സാമ്പ്രാണിയുടെയൊക്കെ പുക നമുക്ക് ഈസി ആയിട്ട് കാണിക്കാം. ഇതെല്ലാം ചിരട്ടയൊക്കെ കനലാക്കാൻ പറ്റുന്നവർ, അടുപ്പൊക്കെ ഉള്ളവരാണെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. ചിരട്ട അടുപ്പിൽ വെച്ചിട്ട് കനലാക്കാൻ ഞാൻ കുറേ ശ്രമിച്ചു. എൻ്റെ ടൈം വേസ്റ്റ് അല്ലാതെ എനിക്ക് കനലാക്കാനായിട്ട് പറ്റിയില്ല. അതേപോലെ തന്നെ ഞാൻ ഇതുണ്ടല്ലോ, ഇപ്പം ഈ ഒരു കട്ട ഞാൻ കർപ്പൂരം വെച്ചിട്ട് കത്തിക്കാൻ നോക്കി. അപ്പോൾ കർപ്പൂരം വെച്ച് കത്തിച്ചപ്പോൾ എനിക്ക് നല്ല കനലായിട്ട് കിട്ടിയില്ല. പിന്നെയാണ് ഞാൻ ഈ ഒരു തിരി, നമ്മൾ വിളക്കിൽ തിരി ബാക്കി ഉണ്ടാവുമല്ലോ, അത് നമ്മൾ അവിടെ ഇവിടെയും കൊണ്ടുവന്നിട്ട് കളഞ്ഞുള്ളത് എടുത്ത് വെച്ചിട്ട് നമ്മൾ പുകയ്ക്കാൻ കനലാക്കാൻ വേണ്ടി യൂസ് ചെയ്യുകയാണെങ്കിൽ അത് ഇത്രയും കൂടെ നല്ലതല്ലേ. പെട്ടെന്ന് എനിക്ക് കനലായി കിട്ടുകയും ചെയ്തു. അപ്പോൾ എനിക്ക് തോന്നി അത് നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യാൻ തോന്നി. അതാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവണമെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്കും വേണ്ടി ഷെയർ ചെയ്യുക. കനൽ എന്നെപ്പോലെ ബുദ്ധിമുട്ട് കനൽ എങ്ങനെയാക്കും. ഈ ചകിരി നാരൊക്കെ ഉണ്ടെങ്കിൽ എളുപ്പമാണ്. പക്ഷേ ഇവിടെയൊക്കെ നമ്മൾ കടയിൽ നിന്നാണ് നാളികേരം വാങ്ങുന്നത്. അപ്പോൾ നമുക്ക് ചകിരി കിട്ടില്ല. അങ്ങനെ ചകിരി ഉണ്ടെങ്കിൽ, ആ ചകിരി നാരുണ്ടെങ്കിൽ നമുക്ക് കനലാക്കാൻ ഈസിയാണ്. അപ്പം എന്നെപ്പോലെ കനലാക്കാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ടെങ്കിൽ ഇങ്ങനെ കരി വാങ്ങിയാൽ നമുക്ക് കനലാക്കാൻ പറ്റും. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണേ. ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ എല്ലാം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇത് യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. ഒരുപാട് പേർക്കുണ്ടാവും ഈ ഒരു എനിക്കുണ്ടായിരുന്ന ഒരു ഡൗട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത്ര കാര്യമായിട്ട് പറയുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാം. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും സേഫായിട്ടും ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.